തീയിൽ കിടക്കുന്ന തെയ്യത്തെ കണ്ടിട്ടുണ്ടോ? വടക്കൻ കേരളത്തിൽ കെട്ടിയാടുന്ന വളരെ പോപ്പുലറായ മറ്റൊരു തെയ്യമാണ് പൊട്ടൻ തെയ്യം. കേരളത്തിലെ ജാതിമത വേർതിരിവിനെതിരെയുള്ള ആദ്യ ജനകീയ മുന്നേറ്റമായി പൊട്ടൻ തെയ്യത്തെ കണക്കാക്കാം. മനുഷ്യരെല്ലാം സമന്മാരാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ ഒരു സാധാരണക്കാരന്റെ ഐതിഹ്യമാണ് പൊട്ടൻ തെയ്യത്തിനുള്ളത്. അതുകൂടാതെ ശൈവശക്തിയും അടങ്ങിയിരിക്കുന്ന ഈ തെയ്യത്തിന് ഈ ഒരു പേര് വന്നത് കൗതുകകരമായ ഒരു കാര്യമാണ്. നിവേദ്യം സ്വീകരിച്ച് പൊട്ടൻ തെയ്യത്തിന്റെ തോറ്റം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പുളി, ചെമ്പകം തുടങ്ങിയ മരങ്ങളുടെ തടി കൂട്ടിയിട്ടുണ്ടാക്കുന്ന മേലേരിക്ക് തീ കൊടുത്ത് അതിനെ കനലാക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. തുടർന്ന് തോറ്റം പൂർത്തിയാക്കി തെയ്യം പുറപ്പാട് ആരംഭിക്കുന്നു. മുഖത്തെഴുത്തുകൾക്ക് പകരം മുഖപ്പാള എന്ന മുഖാവരണം അണിഞ്ഞുകൊണ്ടാണ് തോറ്റം പുറപ്പെടുന്നത്. പൊട്ടൻ തെയ്യത്തിന്റെ പുറപ്പാടാകുമ്പോഴേക്കും കനൽ തയ്യാറായിട്ടുണ്ടാകും. അതിനോടൊപ്പം കത്തിക്കൊണ്ടിരിക്കുന്ന വിറകുകൾ പ്രത്യേകം മാറ്റിവെച്ചിട്ടുമുണ്ടാകും. അഗ്നി കൊണ്ടുള്ള നൃത്ത ചുവടുകളാണ് പുറപ്പാടിന്റെ ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. തുടർന്ന് കനലിലേക്ക് എത്തുകയും കനലിലും തീയിലുമായുള്ള പ്രകടനങ്ങൾ തുടങ്ങുകയും ചെയ്യും. പല ദേശങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അനുസരിച്ച് പൊട്ടൻ തെയ്യത്തിന് പല ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട്. സർവജ്ഞ പീഠത്തിലേക്കുള്ള യാത്രക്കിടയിൽ ശങ്കരാചാര്യരുടെ മുന്നിൽ പരമശിവൻ ഒരു ദളിതനായി, അതായത് പുലപ്പൊട്ടന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഒപ്പം പുലച്ചാമുണ്ടിയായി പാർവതി ദേവിയും പുലമാരുതനായി നന്ദിയശനും ഉണ്ടായിരുന്നു. തൊട്ടുകൂടാത്തവരായി കണക്കാക്കപ്പെട്ടിരുന്നതുകൊണ്ട് അവരോട് വഴിമാറാൻ ശങ്കരാചാര്യർ ആവശ്യപ്പെട്ടു. അതിന് തയ്യാറാകാതെ നിന്ന പുലപ്പൊട്ടൻ മനുഷ്യത്വത്തെ നശിപ്പിക്കുന്ന ജാതീയതയ്ക്കെതിരെ ശങ്കരാചാര്യരോട് തർക്കിക്കാൻ തുടങ്ങി. നാങ്കളെ കൊത്തിയാലും ചോരല്ലേ ചൊവ്വരെ, നീങ്കളെ കൊത്തിയാലും ചോരല്ലേ ചൊവ്വരെ എന്ന പുലപ്പൊട്ടന്റെ ചോദ്യം ശങ്കരാചാര്യരെ ഉത്തരം മുട്ടിച്ചു കളഞ്ഞു. ജാതീയതയ്ക്കെതിരെ വളരെ വലിയൊരു സന്ദേശം നൽകി തന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു സാധാരണക്കാരനല്ലെന്നും അത് പരമശിവനാണെന്നും ശങ്കരാചാര്യർക്ക് ഉൾക്കാഴ്ചയാൽ മനസ്സിലായി. മറ്റൊരു കഥയിൽ രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്നും തലക്കാവേരിയിലേക്കുള്ള യാത്രക്കിടയിൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള പുളിങ്ങോം എന്ന സ്ഥലത്ത് വെച്ച് ശങ്കരാചാര്യർ അലങ്കാരൻ എന്ന പുലയ യുവാവുമായി തീണ്ടലിനെ ചൊല്ലി വാഗ്വാദം നടത്തിയെന്നാണ് പറയുന്നത്. അലങ്കാരന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ വന്ന ശങ്കരാചാര്യർ അയാളെ ഗുരുവായി വണങ്ങിയെന്നും തുടർന്ന് അലങ്കാരന്റെ രൂപത്തിൽ വന്ന പരമശിവൻ ശങ്കരാചാര്യരെ അനുഗ്രഹിച്ച് യാത്രയാക്കി എന്നും കഥയിൽ പറയുന്നു. അഗ്നിയും കനലുമായി ചേർന്നുള്ള പൊട്ടൻ തെയ്യത്തിന്റെ അഭ്യാസ പ്രകടനങ്ങൾ ഒരേ സമയം അത്ഭുതകരവും രസകരവുമാണ്. കനലിൽ നിന്നും മാറ്റിയിട്ട തീയിലും മാറി മാറി ഇരിക്കുകയും കിടക്കുകയും ചെയ്ത് എനിക്ക് കുളിരുന്നേ എന്ന് വിളിച്ചു പറഞ്ഞ് പൊട്ടൻ തെയ്യം ആടിക്കൊണ്ടേയിരിക്കും. ചുറ്റിലും കെട്ടിയിരിക്കുന്ന കുരുത്തോല കൊണ്ടുള്ള ഉട അത്യാവശ്യം കത്തിത്തീരുന്നതുവരെ ആട്ടം തുടരുകയും ചെയ്യും. രാത്രിയിൽ തുടങ്ങി പുലരും വരെയാണ് പൊട്ടൻ തെയ്യം കെട്ടിയാടുന്നത്. ഐതിഹ്യപ്രകാരം ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു കുഴയ്ക്കുന്ന ഒരാളെ പൊട്ടൻ എന്ന് മുദ്രകുത്തുന്നതാവാം പൊട്ടൻ തെയ്യത്തിന്റെ പേരിന് പിന്നിലെ രഹസ്യം. ഏതായാലും ഭക്തർക്ക് വലിയ വിശ്വാസവും ഭക്തരുടെ മേൽ വലിയ സ്വാധീനവുമുള്ള പൊട്ടൻ തെയ്യം തെയ്യപ്രേമികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു തെയ്യക്കോലമാണ്.